നമുക്കൊരു പാട്രിയോട്ടിക് ഫീലിംഗ് അറിയില്ല, ദേശഭക്തി. അതായത് നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും നല്ലത് കൊടുക്കുക, സേഫ്റ്റി ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും അതും വളരെ അഫോർഡബിൾ ആയ പ്രൈസിൽ കൊടുക്കുക. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് കണ്ടോ കണ്ടോ വണ്ടി സ്റ്റാർട്ടായി. ഇത് മഹീന്ദ്ര എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ബ്രാൻഡ് ആണെന്ന് പറയുമ്പോൾ ഒരു കിട്ടുന്ന ഒരു ഇമേജ് മാറേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് രൂപൻ്റെ ആക്സസറീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, അത് എന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. 6 പേര് യാത്ര ചെയ്തിരുന്ന വാഹനം രാത്രി 2 മണിക്ക് ഉറങ്ങിപ്പോയതാവാം, ഞാനല്ല ഓടിച്ചത്, വേറെ ആളായിരിക്കും. ഒരു നാഷണൽ പെർമിറ്റ് ലോറിക്കാണ് ഇടിച്ചത്. ടോട്ടൽ ലോസ് ആണ് വണ്ടി. പക്ഷെ 6 പേർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല എന്നുള്ളതാണ്. ചെറിയ സ്ക്രാച്ച് ഒഴികെ വേറെ ഒരു പ്രയാസം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഐ ആം ഹിയർ ഈസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ഡെലിവറി വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് XUV 700 AXML ലക്ഷറി ടോപ്പ് വേരിയൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളം പോയിട്ടുണ്ടായിരുന്ന ഒരു ബുക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കസ്റ്റമർക്കാണ് നമ്മളിന്ന് ഡെലിവറി ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പോയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ഉണ്ടാവും? ഏകദേശം ഒരു 5 ദിവസം കഴിഞ്ഞ് 5-6 ദിവസം 6 ദിവസം മുമ്പാണ് ആൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ വണ്ടി ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മൾ കാക്കനാട് ഇൻഫോ പാർക്കിൽ പോയിട്ടൊരു ബുക്കിംഗ് എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പം നമ്മൾ പോണത് 700 ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള AXML ലക്ഷറിയുടെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എറണാകുളത്തേക്കാണ് പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം നമ്മളിപ്പോൾ ഓടി. സമയം ഇപ്പോൾ ഏകദേശം 8 മണി ആയിട്ടുണ്ട്. നമ്മൾ ഏറെക്കാണ് കേട്ടോ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1.5 മണിക്കൂറോളം നമ്മൾ ഓടി. നമ്മൾ നേരെ തിരൂര് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരൂര് ചമ്രവട്ടം അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മാത്രമല്ല നമുക്ക് വഴിയിൽ നിന്ന് ഒരാളും കൂടെ കയറാനുണ്ട്. അപ്പോൾ ആളെയും കൂടെ കയറ്റിയിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് വിടും. പിന്നെ പോണ വഴിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ വണ്ടിയിലും ഞായറാഴ്ചയാണ്, ഞായറാഴ്ചയും കൂടെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമർക്ക് ഇന്ന് ഒഴിവുള്ളൂ. ഭയങ്കര തിരക്കുള്ള കസ്റ്റമറാണ്. അപ്പം കസ്റ്റമർ വീട്ടിൽ വെച്ചിട്ട് ഡെലിവറി വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഞായറാഴ്ച അല്ലേ കസ്റ്റമറെ കംഫർട്ട് അനുസരിച്ച് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ വെച്ചത്. അപ്പം ഇന്ന് ഫാമിലിയും പിന്നെ കുട്ടികളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഡെലിവറി ചെയ്തു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ കസ്റ്റമർ എന്തായാലും ഹാപ്പി ആവുമല്ലോ. അപ്പോൾ അന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വെച്ചിട്ടാണ് സൺഡേ പ്ലാൻ ചെയ്തത്. അതെ, പിന്നെ പോണ വഴിയിലെ കാഴ്ചകൾ മാത്രമല്ല വണ്ടിയും കുറേ കാണിച്ചു തരാണ്ട്. കാരണം ഏകദേശം 1.5 ലക്ഷത്തോളം രൂപേൻ്റെ ആക്സസറീസ് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ട്രിപ്പായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി സൈഡാക്കിട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ച്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സിംക? ഫുഡ് നല്ല ഫുഡായിരുന്നു. സർവീസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ രാവിലത്തെ തിരക്കാരണോ എന്താ അറിയില്ല. സർവീസ് കുറച്ച് മോശമായിരുന്നു. എന്നാലും ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളിനി ബാക്കി നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളെ ലബീബ് സാർ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ആള് തിരൂരിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് കണ്ടല്ലോ. അപ്പം ആളൊന്ന് പരിചയപ്പെടാം കേട്ടോ. ലബീബ് പണ്ട് നമ്മളെ പല വീഡിയോസിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ ആൾക്കാർക്ക് അറിയണ്ടാവില്ല. ജസ്റ്റ് ഇത് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ലബീബ്. ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു വണ്ടി ഭ്രാന്തനും കൂടിയാണ്. ഇവരുടെ ഇത്ര യാത്രകൾ ചിലപ്പോൾ ഇവരെ കൂടെ കൂടും, ജസ്റ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനും. മാത്രമല്ല നമുക്കും ആള് കൂടുതലെന്ന് വെച്ചാൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളും കൂടെ ആകുമ്പോഴേ അപ്പോൾ അതിനൊക്കെ ഭയങ്കര നമുക്ക് ഹെൽപ്ഫുൾ ആണ് ആള് കൂടെ ഉള്ളത്. ഞങ്ങളങ്ങനെ കൊടുങ്ങല്ലൂർ കഴിഞ്ഞു കേട്ടോ. സമയം ഏകദേശം 12 മണി ആകാറായിട്ടുണ്ട്. പറവൂരെത്തി. അതെ, അപ്പോൾ ലബീബിക്കാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ലബീബിക്ക? നല്ല ഡ്രൈവിംഗ്, പെട്രോൾ ഓട്ടോമാറ്റിക് ഫസ്റ്റ് എക്സ്പീരിയൻസ്. നല്ല സ്മൂത്ത് ആണ്, നല്ല പിക്കപ്പ് ഉണ്ട് വണ്ടി. അത്യാവശ്യം BHP ഉണ്ടെന്നുണ്ട്. 200 BHP നല്ല ഫീൽ ചെയ്യാനുണ്ട് വണ്ടി. ടോർക്ക് കൺവെർട്ടർ 6 സ്പീഡ്. പിന്നെ അത്യാവശ്യം നല്ല ഹൈക്ക് ഇരുന്നിട്ടല്ലേ ഓടിക്കുന്നത്. കംഫർട്ടും പവറും രണ്ടും കൂടി ഒരുമിച്ചാകുമ്പോഴേ നല്ല കോംബോ ആണ്.
ഹൈറ്റും വിസിബിലിറ്റിയും പവറും പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല സ്മൂത്താണ്. എല്ലാം കൂടെ ആകുമ്പോൾ ഇത്ര സമയം ഓടിച്ചപ്പോഴേ എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതും കൂടി ആകായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയ ഫീച്ചറോ അല്ലെങ്കിൽ സീറ്റ് വെന്റിലേഷൻ വരുന്ന വണ്ടിയാണല്ലോ. അതെ, സീറ്റ് വെന്റിലേഷനും ഓൺ ചെയ്തിട്ടുണ്ട്. സീറ്റ് വെന്റിലേഷൻ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ സസ്പെൻഷനും തന്നെ നല്ല ഇതാണ്. സാധാരണ ഒരു ഡിസ്റ്റർബിങ് നോയ്സ് ഒന്നും ഇല്ല. സാധാരണ നമ്മൾ ഒരു കാർ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ റോഡിലൂടെ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വണ്ടി തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഈ സസ്പെൻഷന്റെ കാര്യം പറയുമ്പോൾ ഈ മറ്റേ റോഡിലുള്ള വെള്ള ലൈനുകൾ, റംബിൾ സ്ട്രിപ്സ് അങ്ങനത്തെ, അതേപോലെ ചെറിയ കട്ടർ അതൊന്നും നമ്മൾ ഫീൽ ചെയ്യുന്നത് ശരിക്കും അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ഇപ്പോൾ ചാടുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറവൂര് കൊടുങ്ങല്ലൂര് മുതൽ പറവൂര് വരെയുള്ള റോഡ് തന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് മഴ സീസൺ ആകുമ്പോൾ ഇവിടെ ഭയങ്കര പ്രയാസം. അപ്പോൾ നമ്മൾ ചെറിയൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലൂടെ. അപ്പോൾ നമുക്ക് ഭയങ്കര ശരിക്കും വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അതെ, ഇതുപോലെ തന്നെയാണ് കുന്നംകുളം മുതൽ തൃശ്ശൂർ വരെയുള്ള വഴി. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോഡിലൂടെ ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. വണ്ടി നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കങ്ങനെ ഒരു പ്രയാസമല്ല, സേഫ്റ്റിക്ക് ഒരു സ്കോപ്പ് തരുന്നില്ല. FSDന്റെ ആ ഒരു അതെ ഫംഗ്ഷനിങ് ശരിക്ക് ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ് എന്ന് പറയും. സ്ലോ സ്പീഡ്സിൽ സ്മൂത്ത് ആയിട്ടും ഹൈ സ്പീഡ്സിൽ കുറച്ചുകൂടെ സ്റ്റിഫായിട്ടും ആക്ട് ചെയ്യും. അതുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്പീഡിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര ആയിരിക്കും. ഹൈ സ്പീഡിൽ നല്ല സ്റ്റെബിലിറ്റിയും കിട്ടും. ഓടിക്കാൻ കുറച്ചും കൂടെ ഒരു ഡ്രൈവിംഗ് ഫണ്ടും ഉണ്ടാവും. പിന്നെ മോശം വഴിയിൽ അല്ലെങ്കിൽ മോശം ടെറൈൻസിൽ റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ മാക്സിമം നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് അതിൻ്റെ ഫീലിംഗ് ഇല്ലാതെ നല്ല ശരിക്കും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കാര്യം എന്ന് വെച്ചാൽ സസ്പെൻഷൻ്റെ ആ ഒരു ഉള്ളിലേക്ക് ഇമ്പാക്റ്റ് കാര്യമായിട്ട് എത്തുന്നില്ല. അതെ കറക്റ്റ്. ഇപ്പോൾ ഞാനത് തുടക്കത്തിൽ ചോദിച്ചല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു വണ്ടി അത്രയും കെയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ അൺവാണ്ടഡ് നോയ്സ് ഈ സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അടുത്ത സർവീസിൽ നമുക്ക് എന്തായാലും പണി കിട്ടും. പക്ഷേ ഇത് അങ്ങനെ ഒരു സംഭവം നമുക്ക് അകത്തേക്ക് പുതിയ വണ്ടിയാണ്. പക്ഷെ എന്നാൽ പോലും ഇവൻ വണ്ടി കുഴി ചാടുമ്പോൾ പോലും അത് നമുക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്ന ഒരു സസ്പെൻഷൻ സെറ്റാണ് തോന്നുന്നത് നമ്മൾ 700 ഒക്കെ ഉള്ളത്. കാരണം അങ്ങനെ കുറേ ആങ്സൈറ്റി, കാരണം കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഈ ടൈപ്പ് വണ്ടികൾ അല്ലെങ്കിൽ SUV ടൈപ്പ് വണ്ടികൾ കൂടുതലുള്ളൊരു ഇഷ്യൂ ആണ് ബോഡി റോള്. അതെ, അത് നമ്മൾ കമ്പാരിറ്റീവ്ലി ഈ സെഗ്മെന്റിൽ ഏറ്റവും കുറവാണ്. നല്ല അതായത് നമ്മൾ അത്യാവശ്യം സ്പീഡിൽ ഓടിച്ചിട്ട് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പോലും ഈ ഒലയണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഷെയ്ക്കിങ് കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം ഇത്ര ഹൈറ്റുള്ള വണ്ടിയാണ്, പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും 18 ഇഞ്ച് ടയേഴ്സൊക്കെ ഉള്ള വണ്ടിയാണ്. എങ്കിൽ പോലും നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പൊതുവെ ആളുകൾക്ക് SUV എടുക്കുമ്പോഴുള്ളൊരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻ അതാണ്. നമ്മൾ അല്ലെങ്കിൽ കാറിന്റെ കംഫർട്ട് കിട്ടുമോ അല്ലെങ്കിൽ സെഡാന്റെ കംഫർട്ട് കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ കറക്റ്റ് പറഞ്ഞാലൊരു പ്രീമിയർ സെഗ്മെന്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ പ്രീമിയർ പ്ലസ് റഫ് ടെറൈനിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കോമ്പാണ്. കാരണം പ്രീമിയർ പ്ലസ് നമ്മളിപ്പോൾ ബെൻസ് BMW ഒക്കെ ആണെങ്കിൽ ഒരു SUV ടൈപ്പ് വണ്ടികൾക്ക് അത്രയും കോസ്റ്റ് ആവും. പക്ഷെ ഇവിടെ വരുമ്പോൾ വെച്ചാൽ അതിന്റെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം അത്രയും ഫീച്ചേഴ്സിനകത്ത് ഉണ്ടേനും, എന്നാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാണ്ട് ഇത്തരം മോശമായ റോഡിലൂടെയൊക്കെ കൊണ്ടുപോകാനും പറ്റും. അതെ, പ്രീമിയം ബ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രാൻഡിനും കൂടെ കുറച്ച് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് ഏകദേശം ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ആ ഒരു ബ്രാൻഡിന്റെ അത്രയും വലിയൊരു വണ്ടി എടുക്കുന്ന സമയത്ത് പ്രീമിയം വണ്ടികളാകുമ്പോൾ എങ്ങനെ പോയാലും ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു പ്രീമിയം വണ്ടി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 50 ലക്ഷം 60 ലക്ഷം അല്ലെങ്കിൽ അതിന്റെ മുകൾക്കാവും ആ ഒരു ഓൺ റോഡ് എമൗണ്ട് വരാം. ഒരു 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വാല്യൂ ഫോർ മണി കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു അഭിപ്രായത്തിൽ ഇത് വർത്താണോ? ഉറപ്പായിട്ടും. കാരണം അത്യാവശ്യം നല്ല ഒരിക്കലും ഒരു നഷ്ടമായിട്ട് ഒരാൾക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എന്ന് വെച്ചാൽ കംഫർട്ട് പിന്നെ ഏത് ടെറൈനിലും ടെൻഷൻ ഇല്ലാണ്ട് ഏത് ടെറൈൻ മീൻസ് ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ള വണ്ടിയൊന്നുമല്ല. പക്ഷെ എന്നാലും നമ്മുടെ കേരളത്തിൽ സാധാരണ ഒരു പ്രീമിയർ വണ്ടി എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു സെഡാൻ ടൈപ്പ് വണ്ടി എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, അടി വരുന്ന പ്രശ്നം, അല്ലെങ്കിൽ പെട്ടെന്ന് ലോഡ് വെച്ച് വണ്ടി പോകുമ്പോൾ സസ്പെൻഷൻ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെ വെച്ചുള്ള കുറേ ടെൻഷൻസ് നമുക്ക് ഒഴിഞ്ഞു കിട്ടുന്നതാണ്. കാരണം ഇതാ ഇൻവെസ്റ്റ്മെന്റിൽ ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു റിട്ടേൺ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഡീസലാണ്, ഇപ്പോൾ XUV ഡീസലാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള വണ്ടിയാണ്. ഇതെല്ലാം ചേർന്നിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ഓപ്ഷനാണിത്. പിന്നെ ഈ ഓഫ് റോഡ് പറഞ്ഞതിൽ നമുക്ക് ഒരു ഓപ്ഷണലായിട്ട് ഓൾ വീൽ ഡ്രൈവും കൂടെ വരുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇപ്പോൾ ഈ സൺറൂഫും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള സാധനമാണ്. സ്കൈ റൂഫ്. അതെ, അതും ഈ സെഗ്മെന്റിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്കൈ റൂഫാണ്. പിന്നെ അതല്ലാതെ ഒരുപാട് കൺവീനിയൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക്
പ്രാക്ടിക്കലി ഇപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഡ്രൈവറെ അപ്പം അഡാസ് പോലത്തെ ഡ്രൈവർ അസിസ്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. അഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. അതെ, ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്. അത് ടോപ്പ് എൻഡ് മോഡലല്ലേ ഇത് അവൈലബിൾ ആണ്? അല്ല, ഇത് നമ്മളെ ടോപ്പിന്റെ നേരെ താഴെയുള്ള AX7-ലും AX7 ലക്ഷറിയിലും. ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് AX7 ലക്ഷറി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അഡാസ് AX7 തൊട്ടിട്ട് പെട്രോളും ഡീസലിലും മാനുവലും ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട്. AX7-ലും AX7 ലക്ഷറിയിലും അഡാസ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ അഡാസിൽ നമ്മൾ 8 ഫീച്ചറോളം വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് വരുന്നത് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ്, പിന്നെ ട്രാഫിക് സൈൻ റെക്കഗ്നേഷൻ. അപ്പൊ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ അഡാസിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇത്രയും പ്രീമിയം ഫീച്ചർ ഒന്നും ആവശ്യമില്ലാത്ത ഒരാൾക്ക് ഇപ്പൊ നല്ലൊരു ഓപ്ഷൻ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ടല്ലോ, MX എന്ന് പറഞ്ഞിട്ട്. അതെ, ബേസ് വേരിയന്റ്. അപ്പോൾ അതും തന്നെ ഒരു ഈ പറഞ്ഞ എല്ലാം അത് അവിടെയും നമുക്ക് ഇതാണ്. കാരണം ചിലപ്പോൾ ഒരു 14 ലക്ഷം ഓൺ റോഡ് വരുമ്പോൾ ഓൺ റോഡ് 17 ലക്ഷം മുതൽ ഓൺ റോഡ് വരുന്ന പെട്രോളും ഡീസലാണെന്നുണ്ടെങ്കിൽ 18 ലക്ഷം മുതൽ MX 7 സീറ്റർ കിട്ടും. അത് നമ്മള് MX ആണെങ്കിൽ പോലും നമ്മളെ എഞ്ചിന് 2.2 ഇഞ്ചാണ് MX വരുന്നത്. പിന്നെ 7 സീറ്റർ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഈ വണ്ടിയും നമ്മളെ MX നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡയമെൻഷനിലൊന്നും ഒരു മാറ്റമില്ല. സെയിം ലെങ്ത് ആണ്. പിന്നെ സെയിം ആണ് വരുന്നത്. അതുപോലെ ഇപ്പോൾ സാധാരണ ഒരു ഇപ്പൊ നമ്മുടെ ബേസ് എന്ന് പറയുമ്പോൾ ഒരു ഓൾട്ടോ ആയിട്ടുണ്ട് അല്ലെങ്കിൽ മാരുതിയുടെ വണ്ടി വാങ്ങുന്ന ബേസ് പോലെ അല്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് നോർമലി ഇപ്പൊ നമ്മള് ഇതെടുത്താൽ തന്നെ MX എടുത്താൽ തന്നെ പവർ വിൻഡോ, പിന്നെ പവർ സ്റ്റാറിംഗ്, AC, ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ്, 4 വീൽ ഡിസ്ക് ബ്രേക്ക്, 2 എയർ ബാഗ്, പിന്നെ ഒക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് തന്നെ അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളെ സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ക്യാമറ അല്ലെങ്കിൽ മറ്റുള്ള ആക്സറി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്താൽ മതി. മഹീന്ദ്ര അതുപോലെ തന്നെ ചിലപ്പോൾ ടാറ്റയും ഇതിന്റെ ഫീച്ചേഴ്സും ഇതിന്റെ പ്രൈസിന്റെ വാല്യൂ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ വേണമെങ്കിൽ ഇങ്ങനെ കൂടി കണക്ട് ചെയ്യാം. അവർക്കൊരു പാട്രിയോട്ടിക് ഫീലിംഗ് അറിയില്ല, ദേശഭക്തി. അതായത് നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും നല്ലത് കൊടുക്കുക, സേഫ്റ്റി ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും അതും വളരെ അഫോർഡബിൾ ആയ പ്രൈസിൽ കൊടുക്കുക. അതായത് ഒരു ബിസിനസ്സാണ്, പക്ഷെ എന്നാൽ പോലും ആ ബിസിനസ്സിനകത്തൊരു വാല്യൂ കൂടി കീപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന പോലെയാണ് പലപ്പോഴും. അങ്ങനെ തന്നെയാണ് മഹീന്ദ്ര ആണെങ്കിലും ഇന്റർനാഷണൽ ഫീച്ചേഴ്സ് ലോ ബഡ്ജറ്റില് ഇന്ത്യൻ നമ്മളെ ഇന്ത്യൻ സിറ്റിസൺസിന് കൊടുക്കുക. പക്ഷെ അവിടെ എവിടെയും സേഫ്റ്റിയോ ബാക്കിയുള്ള കാര്യങ്ങളോ കോംപ്രമൈസ് ഇല്ല. അതെ, പക്ഷെ മഹീന്ദ്ര എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകള് ഇപ്പൊ നമ്മളെ നാട്ടില് ഇപ്പൊ മഹീന്ദ്ര എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ പഴയ കാലത്തൊക്കെ ജീപ്പ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ആളുകൾക്ക് ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കണ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാളെ സംബന്ധിച്ച് ഒരു XUV 700 അല്ലെങ്കിൽ സ്കോർപിയോ പോലത്തെ വണ്ടികളൊക്കെ ഇപ്പോൾ മഹീന്ദ്ര എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ മഹീന്ദ്ര എടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ എന്തെങ്കിലും ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതുമായി പറയുമ്പോൾ നമുക്ക് എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടത്? അതിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ മഹീന്ദ്ര ഇപ്പോൾ ജസീം പറഞ്ഞ പോലെ തന്നെ ആദ്യമൊക്കെ ഇത്ര കുറച്ച് റഫ് ടൈപ്പ് വണ്ടികളാണ് ഇറക്കിയത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു കാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ലക്ഷറിയസ് ആണ്. ഒരു മനുഷ്യൻ്റെ ഒരു വീട്ടിലൊരു കാർ എന്ന് പറയുമ്പോൾ ജീപ്പൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ചൊരു പ്രസ്റ്റീജ് സാധനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർ എന്നുള്ള സ്വപ്നം ശരിക്ക് ഇന്ത്യക്കാരുടെ മനസ്സിൽ ആദ്യം വന്ന അംബാസഡർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രീമിയർ പത്മിനി. അതിനുശേഷം പിന്നെ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ആയതാണ് മാരുതി 800 എന്നുള്ള സാധനം. ഓൾ ഭാരതീയൻസ് ഫസ്റ്റ് വെഹിക്കിൾ എന്ന് പറയാം മാരുതി 800. അപ്പോൾ ഒരു കാർ എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത വേറെ അതർ ബ്രാൻഡ്സാണ്. അപ്പോൾ മഹീന്ദ്ര ഒരു പക്ഷേ കുറച്ച് സാവകാശത്തിൽ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് ഈ ഒരു പാസഞ്ചർ ലെവലിലേക്ക് ഒരു കുറച്ചും കൂടി കംഫർട്ടബിൾ ആയ ഒരു കാർ നേച്ചറിലേക്ക്. അത് തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ വെറീറ്റോ പോലത്തെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ മെല്ലെ മെല്ലെ ഇപ്പോൾ സ്കോർപിയോ ഒക്കെ അത്രയും പഴയതാണെങ്കിലും അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴും പഴയ സ്കോർപിയോ നമുക്ക് റോഡിൽ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ഗ്രാജുവലി ഈ ഒരു ഫീൽഡിലേക്ക് വന്നൊരു ബ്രാൻഡ് ആയതുകൊണ്ട് മഹീന്ദ്ര ആയതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ റീസെയിൽ വാല്യൂ. കാരണം പ്രോമിനൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് വേറെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വാഹനങ്ങൾ ഒരുപാട് അവൈലബിൾ ആണ്, അതിൻ്റെ സ്പെയർ അവൈലബിൾ ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി മഹീന്ദ്ര കുറച്ച് വൈകി കടന്നു വന്നുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കാം റീസൺ. പക്ഷേ ഈ റീസെയിൽ വാല്യൂ കൂട്ടുന്ന ആൾക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ മഹീന്ദ്രൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മഹീന്ദ്ര എല്ലാവരും ഓപ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന് ഡിമാൻഡ് കൂടും. അതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുകയാണ്, ഒരു സയന്റിഫിക് വാല്യൂഷൻ ഒന്നല്ല, പക്ഷെ എൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിട്ട് ഞാൻ പറയാം. തീർച്ചയായിട്ടും. പക്ഷെ എന്നാൽ പോലും മുമ്പത്തെക്കാളും റീസെയിൽ വാല്യൂയുടെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് അത് ഞാൻ പറഞ്ഞത് ഈ ചേഞ്ചസ് ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു
10ൽ കൂടുതൽ മഹീന്ദ്രന്റെ വാഹനങ്ങൾ കാണാൻ പറ്റും. അതിൽ തന്നെ മെജോറിറ്റി നമുക്കറിയാം താറാണ്. XUV ഇഷ്ടം പോലെ കേരളത്തിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സ്കോർപിയോ, ക്ലാസിക്കും എന്നും ഒക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇത് വരും. കാരണം ആ തരത്തിലുള്ള റോഡ് പ്രസൻസ് ഡിസൈനിലേക്ക് മഹീന്ദ്ര വന്നത് ആളുകളുടെ പ്രിയോറിറ്റി മനസ്സിലായിക്കൊണ്ട്, പ്രിഫറൻസ് മനസ്സിലായിക്കൊണ്ട് ഉള്ള രീതിയിലേക്ക് ഡിസൈനിങ്ങും അല്ലെങ്കിൽ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ, സേഫ്റ്റിയൊക്കെ പണ്ടും ഉണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഇടുക്കി, വയനാട് ജില്ലകളിലൊക്കെ ആ ജീപ്പ് കൊണ്ട് അവർ കാണിച്ചു കൂട്ടാത്ത അഭ്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയും പഴക്കമുള്ള ജീപ്പ്, ഇപ്പോഴും പഴക്കമുള്ള ജീപ്പിന് ഡിമാൻഡാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ റീസെയിൽ വാല്യൂ കൂടുതലാണ്. കാരണം അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയവരാണ്. ഒരു പിന്നെ ഹൈ റേഞ്ചും ജീപ്പും പിന്നെ ഒരു ഡ്രൈവറും ഇല്ലെങ്കിൽ ഹൈ റേഞ്ചിന് പ്രസക്തി ഇല്ലാത്ത പോലെയാണ് പലപ്പോഴും ഫീൽ ചെയ്യുക. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ യൂട്യൂബിൽ ഒരുപാടുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പോൾ ജീപ്പ് MJ40 നിർത്തിയപ്പോൾ പിന്നെ അതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പോൾ സേഫ്റ്റി അന്നും ഇന്നൊന്നും കോംപ്രമൈസ് ഇല്ല. പിന്നെ പ്രൈസ് ആണെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ടൗണുകളിൽ ഇഷ്ടംപോലെ ജീപ്പ് ഉണ്ടായിരുന്നു. നമ്മളൊരു കല്യാണമോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ജീപ്പിലായിരുന്നു യാത്ര ചെയ്തത്. അപ്പോൾ ജീപ്പ് അന്നത്തെ ഒരു കംഫർട്ടായിരുന്നു. ഇപ്പോൾ മഹീന്ദ്ര ഇന്നത്തെ കാലത്തിന്റെ രീതിയിലേക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയി വന്നു. കൂടുതൽ അപ്ഡേറ്റഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, എന്നാൽ പോലും സേഫ്റ്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ് വണ്ടികളാണ് കൂടുതലായിട്ടും മഹീന്ദ്ര. അതെ അതെ. ഇപ്പം എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു മരാസ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനത് ഒരു AC ഒന്ന് വണ്ടി എടുത്ത് സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു AC ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അത്യാവശ്യം നല്ല പ്രോമിനൻ്റ് സെൻറ്റർ കൊണ്ട് കൊടുത്തു മലപ്പുറം. അപ്പോൾ അവിടുത്തെ ആ ടെക്നീഷ്യന് അയാൾ വണ്ടി എടുത്തിട്ട് ഡ്രൈവ് ചെയ്തിട്ട് എന്നോട് പറയാണ്, ഈ വണ്ടി മഹീന്ദ്രൻ്റെ ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും കംഫർട്ട് മഹീന്ദ്ര ഒരു വണ്ടിക്ക് കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ അധികം മഹീന്ദ്ര വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ ഓടിച്ചിട്ടില്ല. പക്ഷേ പിന്നെ ഇത് ഭയങ്കര കംഫർട്ടാണ്. മരാസോ ആണ് അദ്ദേഹം ഉപയോഗിച്ചത്. മരാസോ നമുക്കറിയാം ഒരു പ്രീമിയർ സെഗ്മെന്റ് ഒന്നുമല്ല, പാസഞ്ചർ വെഹിക്കിളാണ്, ടാക്സി സെഗ്മെന്റ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീസൽ എഞ്ചിനാണ്, അത്രയും സൈലൻ്റ് ആയ എഞ്ചിന്. പിന്നെ ഡ്രൈവിംഗ് ആണെങ്കിൽ അത്രയും സ്റ്റിയറിംഗ് വളരെ സ്മൂത്താണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ വരെ ഒരാൾക്കത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തീർച്ചയായിട്ടും മഹീന്ദ്രനോട് നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കി കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റി ഒരുപാട് പെർസെൻറ്റേജ് നമുക്ക് കുറക്കാൻ പറ്റും. അല്ല, എനിക്ക് തോന്നിയ കാര്യം അത് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ പിന്നെയും പഴയ കാലത്തിന് കൂടുതൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം ഒരു 20 ലക്ഷം മുതൽ 30 ലക്ഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ബഡ്ജറ്റ് വെച്ചിട്ട് ഒരു വാഹനം നോക്കുകയാണെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എല്ലാ വാഹനങ്ങളും ആ സെഗ്മെൻറ്റിൽ നമുക്കിപ്പോൾ 7 സീറ്ററാണ് ആവശ്യിച്ചാൽ നമ്മൾ ആ സെഗ്മെൻറ്റിലുള്ള എല്ലാ വാഹനങ്ങളും, ചില ആളുകൾ മഹീന്ദ്രയുടെ വണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാതെ വേറെ അല്ലെങ്കിൽ നമ്മളൊരു ഓപ്ഷൻ പോലും വെക്കാതെ വേറെ വണ്ടിയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ നിർബന്ധമായിട്ടും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം. ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫീല് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയാൽ എന്തായാലും മഹീന്ദ്രയോട്ടനെ വരുന്നുള്ളൂ. കൂടുതലും മഹീന്ദ്ര കസ്റ്റമേഴ്സ് ഇപ്പം നമ്മൾ സ്കോർപിയോ അല്ലെങ്കിൽ പിന്നെ പഴയ XUV 500 ഉള്ളൊക്കെ ഉപയോഗിച്ച കസ്റ്റമേഴ്സാണ് കൂടുതൽ മഹീന്ദ്രയ്ക്ക് തന്നെ വരുന്നത്. യൂസ് ചെയ്ത കസ്റ്റമേഴ്സാണ് മഹീന്ദ്രയ്ക്ക് വീണ്ടും വരുന്നത്. പിന്നെ അവരെ റെഫറൻസിൽ അല്ലെങ്കിൽ XUV 700 നോക്കിയാൽ തന്നെ അറിയാം, വണ്ടി 2021 മുതൽ ഇപ്പോൾ 2024 എന്തായി തുടങ്ങി. ഇതുവരെ 2 ലക്ഷം യൂണിറ്റാണ് സെയിൽ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ അത്രയും വണ്ടികൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ആയതുകൊണ്ടല്ലേ ഇത്രയും വണ്ടികൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതന്നെയാണ് മെയിൻ റീസൺ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങളൊന്നും ഇതിപ്പോൾ ഞാൻ മഹീന്ദ്ര വണ്ടി ഓടിക്കുന്നതുകൊണ്ടും എൻ്റെ ഈ 2 സുഹൃത്തുക്കളും മഹീന്ദ്രയിലെ സ്റ്റാഫ് ആയതുകൊണ്ടും പറയുന്നതല്ല. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഞാൻ മരാസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ടൊയോട്ടൻ്റെ ഹ്യുണ്ടായിൻ്റെ 2 വണ്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വണ്ടിക്ക് അതിൻ്റെതായുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും അതിനേക്കാൾ മികച്ചതാണ് ഇത് എന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഇതും മികച്ചതാണെന്നാണ് പറഞ്ഞു തരുന്നത്. കാരണം ഇത് മഹീന്ദ്ര എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആണെന്ന് പറയുമ്പോൾ ഒരു കിട്ടുന്ന ആ ഒരു ഇമേജ് മാറേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളൊരു അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വാഹനം എന്നുള്ള സ്വപ്നമൊക്കെ ആക്കുമ്പോൾ ഒരിക്കലും അത്തരം കമന്റ്സിലൂടെ നമ്മൾ ഇത് ഇഗ്നോർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുക. ഓരോ വണ്ടിക്കും അതിൻ്റെതായുള്ള എക്സാക്ട്ലി. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒരു ബ്രാൻഡിനെ വെച്ച് നമ്മൾ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് വിത്ത് ലുക്ക് ഇൻ ദ കവർ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ അത്തരം ആ രീതിയിൽ ഒരു ബുക്കിന്റെ കവർ നോക്കി ജഡ്ജ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലെ പോലെ പിന്നെ നമ്മൾ ഒരു ബ്രാൻഡിന്റെ പേര് കൊണ്ട് ഒരു വണ്ടിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, ചില ആൾക്കാർക്ക് മഹീന്ദ്രയുടെ വണ്ടി പാർട്സിന് കോസ്റ്റ് കൂടുതലാണ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് കൂടുതലാണ്, ആ ഒരു ഇത് വരും. പക്ഷേ ഇപ്പം നമ്മൾ ഈവൻ ടൊയോട്ടനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പാരിസൺ അല്ല, മീൻസ് ഇപ്പം നമ്മൾ പാർട്സിൻ്റെ കോസ്റ്റ് വരുമ്പോൾ
ഇപ്പൊ നമ്മൾ പറഞ്ഞ കൊറോളക്കാണെങ്കിലും അല്ലെങ്കിൽ ഇന്നോവക്കാണെങ്കിലും പാർട്സിന് അത്യാവശ്യം കോസ്റ്റ് വരുന്നില്ല. ഞങ്ങൾ ടൊയോട്ട വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ടയർ കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി മഹീന്ദ്ര ഒക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ കോസ്റ്റ് ഇപ്പൊ ഞാൻ മരാസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അതെ, കോസ്റ്റ്ലി കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആണ്. ഒരു പക്ഷേ ലൈഫ് ഏറെക്കുറെ ഈക്വൽ ആണ്. ടൊയോട്ട നമുക്കറിയാം അധികം അങ്ങനെ നോക്കുമ്പോൾ മെയിൻ്റെനൻസ് കുറവാണ്. പക്ഷേ ടൊയോട്ടന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ടൊയോട്ട കുറച്ചുകൂടെ റിലയബിൾ ആണ്. എഞ്ചിനൊക്കെ കുറച്ചും കൂടെ പാർട്സിന്റെ ചേഞ്ചിങ് ഏകദേശം ഒരു 40,000 കിലോമീറ്റർ ഓടിയിട്ടാണ് അത് വണ്ടി ആക്സിഡന്റ് ആയിട്ട് പോയതാണ്. പക്ഷേ ആക്സിഡന്റും അതിനെ കുറിച്ച് പറയുമ്പോൾ അതും ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, 6 പേര് യാത്ര ചെയ്തിരുന്ന വാഹനം രാത്രി 2 മണിക്ക് ഉറങ്ങിപ്പോയതാവാം. ഞാനല്ല ഓടിച്ചത്, വേറെ ആളായിരിക്കും. ഒരു നാഷണൽ പെർമിറ്റ് ലോറിക്കാണ് ഇടിച്ചത്. ടോട്ടൽ ലോസ് ആണ് വണ്ടി. പക്ഷെ 6 പേർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല എന്നുള്ളതാണ്. ചെറിയ സ്ക്രാച്ച് ഒഴികെ വേറെ ഒരു പ്രയാസം ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആ വണ്ടീൻ്റെ ഫീച്ചർ, ആ ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് അപ്പിയറൻസ് ആ വണ്ടി കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത്. ആ ക്യാബിനകത്തേക്ക് അതിൻ്റെ യാതൊരു ഇമ്പാക്റ്റും വന്നിട്ടില്ല. ഗ്ലാസ് ചെറിയ രീതിയിലുള്ള പൊട്ടലുണ്ടെന്നുള്ള വിഷയം. എഞ്ചിനെല്ലാം പൊട്ടി താഴെ വീണ്. പക്ഷേ വണ്ടിന്റെ ക്യാബിനകത്തേക്ക് തീരെ ഇമ്പാക്റ്റ് വന്നിട്ടില്ല. അതും തേർഡ് റോയിൽ ഇരുന്ന ആളുകൾ സീറ്റ് ബെൽറ്റ് ഇടാത്ത മൂലം തെറിച്ച് ഫ്രണ്ട് റോയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്രയും രീതിയിലൊരു ഇമ്പാക്റ്റ് വണ്ടിയുടെ ഉള്ളിലുണ്ടായിട്ടും ആളുകൾക്കിടയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് പോലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ല എന്നുള്ളതാണ്. അത് ഭയങ്കര ഇതിന്റെ സേഫ്റ്റി, അതുകൊണ്ടും കൂടിയാണ്, ആ എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ മാറ്റും. കാരണം ഞാൻ ഉപയോഗിച്ച M2 അതിൻ്റെ ബേസ് വേർഷനാണ് M2 എന്ന് പറയുന്നത്. M2 വേർഷനാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ M2 2 എയർ ബാഗുള്ള വണ്ടി അതിനത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹയർ എൻഡിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെതായ ക്വാളിറ്റി സ്വാഭാവികം സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടും, എയർ ബാഗിൻ്റെ കൗണ്ട് കൂടും, അഡാസ് ഫീച്ചേഴ്സ് വരും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കയറുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി സേഫാണ് വണ്ടി. ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ടെൻഷനില്ലാണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ പറയാറുണ്ട് ചില ആളുകൾ, നമ്മുടെ കാറെന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു വീടാണെന്ന് പറയും. വീട്ടിൽ നമ്മൾ എത്രയും സെക്യൂർ ആണോ അത്ര തന്നെ സെക്യൂർ ആണ് നമ്മൾ കൊണ്ടുനടക്കുന്ന നമ്മുടെ ഒരു വാഹനത്തിന്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ റോഡ് കണ്ടീഷനും അതുപോലെ ആളുകളുടെ ഡ്രൈവിംഗ് കൾച്ചറിനെ കൺസിഡർ ചെയ്തൊക്കെ നോക്കുമ്പോൾ നമ്മളെ വണ്ടി സേഫ് ആവുക എന്നുള്ളത് നമ്മൾ വലിയ റെലവൻ്റ് ആയ ഒരു കാര്യമാണ്. അല്ല, അതുമായി നമ്മൾ കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം പല മാനുഫാക്ചേഴ്സും നമ്മളിപ്പോൾ ഒരു 10 lakhന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല വാഹനങ്ങളും അല്ലെങ്കിൽ പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്താ പറയുക വളരെ കുറഞ്ഞ മെറ്റീരിയൽ വെച്ചാണ് പല മാനുഫാക്ചേഴ്സും വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളെ ഇനിയുള്ള ഈ ട്രാഫിക് കണ്ടീഷനിലും അല്ലെങ്കിൽ ഇനിയുള്ള കാലത്തൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സേഫ്റ്റി നിർബന്ധമായിട്ടും ഇപ്പോൾ നമ്മളെ ഇപ്പോൾ 700 സ്കോർപിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്ലോബൽ എൻക്യാപ് പാസ് ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റി നേടിയ വാഹനങ്ങളാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ ബോണറ്റ് അല്ലെങ്കിൽ ഡോറുകളൊക്കെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ശരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വാഹനം മേടിക്കുമ്പോൾ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ ഇങ്ങനെയുള്ള കാലത്തൊക്കെ എല്ലാ വണ്ടികളും എല്ലാവരും സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യല്ലേ, എന്തായാലും ഒരു മിനിമം ഒരു 3 വർഷമെങ്കിലും വണ്ടി യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പിന്നെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാമല്ലോ, ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമല്ലോ. മറ്റേത് സേഫ്റ്റി ഇല്ലാത്ത വാഹനങ്ങളാകുമ്പോൾ പിന്നെ നമ്മൾ തന്നെ ന്യൂസിലും പിന്നെ കേൾക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് സേഫ്റ്റിയുള്ള വാഹനങ്ങളാകുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ശരിക്കും ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും സേഫ്റ്റിയുള്ള വണ്ടി ശരിക്കും വേറെ ഇല്ല എന്നല്ല പറയാം. മാത്രമല്ല മഹീന്ദ്രയുടെ ബാക്കി വണ്ടികൾ നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ റോഡ്സിനും അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലൈമറ്റിനും ഒക്കെ മാച്ചായിട്ടുള്ള വണ്ടികളാണ് കൂടുതലായിട്ടും. അപ്പോൾ ഒന്നും പറയണ്ട, നമ്മൾ ഈ ഫ്ലഡൊക്കെ വന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ 4 വീൽ വണ്ടികൾ റെസ്ക്യൂ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം മഹീന്ദ്ര വാഹനങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടെ അങ്ങനത്തെ റഫ് ആൻഡ് ടഫ് യൂസും പിന്നെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും പൊതുവേ മഹീന്ദ്ര വണ്ടികൾക്ക് കൂടുതലായിരിക്കും. അതെ, അങ്ങനെ ഡ്രൈവർ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മളെ ബാക്കിലിരുന്നപ്പോഴേ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ മതി. 700 ആകുമ്പോൾ എന്തായാലും ഡ്രൈവ് ചെയ്യണം. അത് മാത്രമല്ല അത് എംസ്റ്റാലിയും പെട്രോൾ എഞ്ചിൻ കൂടിയല്ലേ, ഡ്രൈവിംഗ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല പിന്നെ ഇഷ്ടമാവും ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇതിങ്ങനെ ബാക്കിലിരുന്ന് കാണുമ്പോഴേ നമ്മളെ ലബീസർ ബാക്കിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി? ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 30 കിലോമീറ്റർ ഉള്ളിലായിട്ട്. കാരണം തൃപ്പൂണിത്തുറയാണ്, അവിടെ എത്തിയിട്ട് വണ്ടി വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വേണം പോവാൻ. നമ്മുടെ സമയം പറഞ്ഞത് 3 മണിയാണ്. അതെ, 12:15 ടൈമുണ്ട്.
ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, നമ്മളെ ഓട്ടോ കണ്ടിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഡാസ് ഫീച്ചറാണ് ശരിക്കും. അതൊക്കെ ഒരു ഡ്രൈവറെ അസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു അഡാസ് എന്ന് പറയുമ്പോൾ ഡ്രൈവർ അസിസ്റ്റൻസ് ആണല്ലോ. അതെ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണത്. അതെ അതെ. അപ്പോൾ ശരിക്കും പലരും നമ്മുടെ നാട്ടിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അഡാസ് നമ്മുടെ നാട്ടിൽ അവിടെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ അത് ഉള്ളത് നല്ലതാട്ടോ. പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് പോവാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മൈൻഡിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള വണ്ടി ബ്രേക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ബ്രേക്ക് ചെയ്യില്ലെങ്കിലും വണ്ടി ചെയ്യും. പല സമയത്ത് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. വണ്ടി പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു ഡിസ്റ്റൻസ് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഡിസ്റ്റൻസ് അനുസരിച്ച് വണ്ടി സ്വയം ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്കൊരു വാണിംഗ് കൂടെ ഇതിൽ തരും. പിന്നെ ശ്രദ്ധ അഥവാ പോയി കഴിഞ്ഞാൽ പോലും വണ്ടി എന്ത് ചെയ്യും, നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ലൈൻ കീപ്പ് അസിസ്റ്റ് ഇതൊക്കെ ശരിക്കും ഇവിടെ ഉള്ള നമ്മളെ നാട്ടിൽ പൊതുവെ ഈ ലൈനുകൾ അത്ര ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ഇതുവരെ സെൻസ് ചെയ്യും വണ്ടി. പിന്നെ ഇതിപ്പം നമുക്ക് ഇനിയിപ്പോൾ ബ്രേക്കിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ വാണിംഗ് മാത്രമായിട്ട് കിട്ടും. അതിലിപ്പോൾ ബീപ്പ് സൗണ്ട് ഉണ്ടാവും, സ്റ്റാറിംഗ് വൈബ്രേഷനും വരും. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ട, ഞാൻ എന്താ പറയുക, നമ്മൾ ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്ത് കട്ട് ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ വാണിംഗ് മതി എന്നുണ്ടെങ്കിൽ വാണിംഗ് മാത്രമായിട്ട് സെറ്റ് ചെയ്യും. അതിനുള്ള ഓപ്ഷനും കൂടി വരുന്നുണ്ട്. പിന്നെ ഈ ബ്രേക്കിംഗ് ലെവൽ തന്നെ നമുക്ക് 3 മോഡായിട്ട് ചെയ്യാം. അതായത് നോർമൽ, ഏർലി, ഡിലേ, അങ്ങനെ 3 ഓപ്ഷനായിട്ട് ചെയ്യാം. നല്ല റിഫൈൻഡ് ആട്ടോ കേട്ടോ വണ്ടി ബ്രേക്ക് ചെയ്ത്. എഞ്ചിന് ഭയങ്കര റിഫൈൻഡ് ആണെന്ന് പറയും. 2 ലിറ്റർ എം സ്റ്റാലിയൻ. മഹീന്ദ്ര ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് പിന്നെ നമ്മളെ താറിലൊക്കെ എം സ്റ്റാലിയൻ ഈ എഞ്ചിൻ ശരിക്ക് 1.5 ലക്ഷം കിലോമീറ്റർ റോട്ടിൽ ടെസ്റ്റ് ചെയ്ത് ഓടിച്ച വണ്ടിയാണത്. ഇപ്പോൾ നമ്മൾ ഈ ട്രാഫിക്കിൽ സിഗ്നലിൽ വന്നിട്ട് വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തിയതാട്ടോ. അപ്പോൾ വണ്ടി ഡ്രൈവിലാണ്. നമ്മൾ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞ ഫീച്ചറും ഓണാണ്. ഇപ്പോൾ വണ്ടി റണ്ണിങ്ങിൽ നേരെ വന്നു, ഞാൻ ബ്രേക്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തു, വണ്ടി ഓഫായി. ഇനിയിപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി റീസ്റ്റാർട്ട് ആവും. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക. കണ്ടോ, വണ്ടി സ്റ്റാർട്ടായി. സ്റ്റിയറിംഗിൽ ഒരു ചെറിയൊരു അനക്കം കൊടുക്കുക, അല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും. ഇത് ശരിക്കും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ട്രാഫിക്കിലൊക്കെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ റണ്ണിങ്ങിൽ ജസ്റ്റ് വെറുതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വണ്ടി ഓഫായി കഴിഞ്ഞാൽ അത്രയും ടൈമിൽ ആ ഒരു ഫ്യൂവൽ നമുക്ക് അവിടെ കൺസപ്ഷൻ കുറക്കാൻ പറ്റും. അത് മാത്രമല്ല ആ സമയത്ത് എമിഷനും കുറയ്ക്കാൻ പറ്റും. അതെ, ഫ്യൂവൽ അതുപോലെ എമിഷനും കൂടെ കുറയ്ക്കാൻ പറ്റും. അത്ര സമയം ഐഡ്ലിങ്ങിൽ വണ്ടി കിടക്കാതെ എൻജിൻ സൈലൻറ്റ് മോഡിലേക്ക് പോകുമ്പം നമുക്ക് എമിഷനും കുറവായിരിക്കും ആ സമയത്ത്. നമ്മൾ ഈ വണ്ടിയിൽ ഏകദേശം 1.5 ലക്ഷത്തിന്റെ അടുത്ത് രൂപന്റെ ആക്സസറീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്തൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്? ഇതിൽ ആക്സറി ആയിട്ട് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് സെറാമിക് കോട്ടിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ഡാഷ് ക്യാം വരുന്നുണ്ട്. മഹീന്ദ്രയിൽ ഫ്രണ്ടും ബാക്കും വരുന്ന ഡാഷ് ക്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റോഡ് കണ്ടീഷനിൽ ഇത്രയും ആക്സിഡൻറ്റ് കാര്യങ്ങൾ നടക്കുമ്പോൾ ഡാഷ് ക്യാം നല്ല യൂസ്ഫുൾ ആണ്. അത് മഹീന്ദ്രൻ്റെ ജെനുവിൻ ആക്സറിയിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ സൈഡ് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. ബാക്കിൽ നമ്മളെ ബമ്പറിൻ്റെ മുകളിൽ വരുന്ന റിയർ ഗാർഡ് വരുന്നുണ്ട്. അതേപോലെ സൺഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ 7D മാറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ പില്ലോ വരുന്നുണ്ട്, നെക്ക് പില്ലോ. നമ്മൾ ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് നെക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സീറ്റ് ബെൽറ്റിൻ്റെ നമ്മളെ ഒരു കവറിങ്, നമ്മളെ സേഫ്റ്റിക്കുള്ള അതും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒക്കെ കമ്പനി ഒക്കെ വാറണ്ടി ഉള്ള ആക്സറിയാണ്. ഈ 3M സാധനങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരണ്ട് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ വാഷിംഗ് സെൻറ്റർ നോക്കി പോവുകയാണ്. അവിടെ ലൊക്കേഷനിലൊരു വാഷിംഗ് സെൻറ്റർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുന്ന കാണിക്കണത്. സീപോർട്ട് എയർപോർട്ട് റോട്ടാണല്ലോ നിലവിൽ. അങ്ങനെ ഒരു വാഷിംഗ് സെൻറ്ററിൽ വണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ, കാർ വാലി എന്ന് പറഞ്ഞിട്ട്. ഏകദേശം 2 വണ്ടിയും കൂടെ ആ ലൈനിലുണ്ട്. കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കയറ്റി കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടുന്ന് വിടും കസ്റ്റമർ വീട്ടിൽ കിട്ടും. ഇവിടുന്ന് 10-20 കിലോമീറ്റർ കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നേരെ അവിടെ പോവാം. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഓടാനുള്ളത്. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് റോട്ടിലൊന്നും മഴയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വൃത്തിയായിട്ടൊന്നും ആവില്ല. വാഷ്
ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വണ്ടി ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുകയാണ്. പിന്നെ സെറാമിക് കോട്ടിങ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് ഒരുപാട് ഫോം ഇട്ടിട്ടൊന്നും റബ്ബ് ചെയ്യാൻ പാടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഫോം അടിച്ചിട്ട് നേരെ വെള്ളം അടിച്ചൊന്ന് വൃത്തിയാക്കാണ് ചെയ്തുള്ളത്. വണ്ടി നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെറാമിക് ചെയ്തുകൊണ്ട് അതെ, നല്ലൊരു ഫോം വാഷുള്ള സ്ഥലത്ത് തന്നെ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ അടിപൊളിയായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ സെറാമിക് ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ പോലും ഞങ്ങൾ അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ട് കൊടുക്കല്. പുതിയ വണ്ടിയല്ലേ, നമ്മൾ കൊടുക്കുമ്പോൾ കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആവും, നമുക്കും അപ്പോഴേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടെയാണ് കസ്റ്റമറെ ലൊക്കേഷനിലുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും വണ്ടി എക്സ്പ്ലെയിൻ ചെയ്യലും പിന്നെ അലക്സ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ടൈം എടുക്കും. ഇപ്പോൾ ഏകദേശം സമയം 1:30 ആയിട്ടുണ്ട്. ഒരു 3 മണിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കാരണം ഇനി കൂടുതൽ ചളിയും പൊടിയൊന്നും ആവാത്ത രീതിയിൽ വേണം പോകാനായിട്ട്. അപ്പോൾ വാഷിംഗ് കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങി കസ്റ്റമർ വീട്ടിൽ പോകും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ കസ്റ്റമറെ വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു കേക്ക് വാങ്ങാനും കൂടെ ഉണ്ട്. വണ്ടി വാഷിംഗ് എല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. നല്ല നെയ്ച്ചോറും ബട്ടർ ചിക്കൻ. വെൽക്കം. അപ്പോൾ കംപ്ലീറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതുപോലെ ടെർനോക്സ് കണക്ട്, അതുപോലെ അലക്സ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളവിടുന്ന് അടുത്തൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എറണാകുളം പോയിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നേരെ ട്രെയിനിന് പോകും. നമ്മൾ ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5:10 ട്രെയിൻ. അവിടെ നമ്മൾ നേരെ ട്രെയിനിൽ കയറിയിട്ട് തിരൂർ വരെയാണ് ട്രെയിനുള്ളത്. മെട്രോയിൽ വന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ട്രെയിൻ എത്താനായിട്ടുണ്ട്. സമയം ഏകദേശം 5 മണിയായി. 5:10 ട്രെയിൻ. സമയം 9 മണിയായിട്ടോ. നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ വണ്ടി കുറച്ച് അപ്പുറത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ലബീബ് ഖാൻ്റെ കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നേരെ ഇനി നമ്മളെ വീട്ടിലേക്ക് പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. ബില്ലോസ് ഫുഡ് കോർണർ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ചത്. നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല പഴക്കമുള്ള ഷോപ്പാണ് തോന്നുന്നത്. നമ്മളെ തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഈ റൗണ്ട് എത്തുന്ന മുമ്പായിട്ട് കേട്ടോ. ബൈ. ഞങ്ങൾ തിരിച്ച് ഷോറൂമിലെത്തിട്ടോ. ജസ്മിക, നീ വീട്ടിൽ പോവാ? നല്ല ടയർഡാണ്. അതെ. അപ്പോൾ ലബീബൊക്കെ നമ്മൾ ഷോറൂമിൻ്റെ അടുത്ത് ഇറക്കിയിട്ട് ആൾ പോയി. നമുക്കിനി ബൈക്കായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു ട്രിപ്പ് ആയിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങി 4 മണിക്ക് ഇറങ്ങിയതാണ്. പക്ഷെ അതിൻ്റെതായ ക്ഷീണമൊന്നും നിങ്ങൾക്കില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഇന്നലെയും എറണാകുളം അവിടെ ഒരു 700 ഒരു ബ്ലാക്ക് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തലേ ദിവസമാണെങ്കിൽ നമ്മൾ ആലപ്പുഴ. അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഫുള്ള് യാത്രയായിരുന്നു. ഉറക്കമൊന്നും വല്ലാതെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വേണം, പോയിട്ട് വേണം ശരിക്കും ഉറങ്ങണം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 10 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ട്രെയിനായതുകൊണ്ട് വലിയ ഡിലേ ഉണ്ടായിട്ടില്ല. സീറ്റ് കാരണം കിട്ടിയാണ് കുഴപ്പമില്ലാത്ത യാത്രയായിരുന്നു. പിന്നെ ഡെലിവറി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തു. എന്തായാലും ഇനിയും ഇതേപോലത്തെ പുതിയ ഡെലിവറി
വീഡിയോകളും കാര്യങ്ങളൊക്കെ വരും. നമ്മള് ഷോറൂമിൽ നിന്ന് ഡെലിവറി കൊടുക്കണം. അതേപോലെ തന്നെ കേക്കൊക്കെ വാങ്ങിയിരുന്നു, ഹാൻഡോറിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് കസ്റ്റമർ നല്ല ഹാപ്പി ആയിരുന്നു. ഹാപ്പിയാണ്. നമുക്ക് ക്ലോത്ത് നമുക്ക് അൺവീൽ ചെയ്യണ ആ ഒരു സംഭവം ചെയ്യാൻ മാത്രമുള്ള ബുദ്ധിമുട്ട്. കാരണം അത്രയും ലോങ് നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ ക്ലോത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അങ്ങനെ നമ്മൾ സ്പെയർ ഒരു വണ്ടി കൊണ്ട് പോകണം. അങ്ങനെ പോക്ക് പ്രാക്ടിക്കൽ. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കൊടുക്കും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതലാണ് നമ്മളെ കയ്യിൽ നിന്ന് വണ്ടികൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി കിട്ടാൻ ബുക്കിംഗ് പീരീഡ് വണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ റെഫറൻസ്, ഫാസ്റ്റ് ഡെലിവറി, പിന്നെ നല്ല ഡീലിങ്സ് ആയതുകൊണ്ടാണ് കൂടുതൽ അർജന്റായിട്ട് വണ്ടികൾ റിക്വയർമെന്റ് ഉള്ള ആളുകൾ കുറെ ബുക്ക് ചെയ്തിട്ട് കുറെ കാലം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം അവർക്ക് മാക്സിമം വണ്ടി പെട്ടെന്ന് കിട്ടുക എന്നുള്ള ഒരു ഇതാണ് കസ്റ്റമർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അർജന്റായിട്ട് വണ്ടികൾ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ മഹീന്ദ്രയുടെ എല്ലാ വണ്ടികളും താർ, 700, സ്കോർപിയോ, അതേപോലെ ബൊലേറോ, നിയോ, ബൊലേറോ, ഈവൻ കൊമേഴ്ഷ്യൽ വണ്ടികളാണെങ്കിൽ പോലും ആർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും വീഡിയോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാതിരിക്കും. ബൈ.